ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പാടെ ഏറ്റവും ഇളയ പെങ്ങളെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫങ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതെൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്ക് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇതാണ് ബീഫ് മസാല സെറ്റായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോനാണ്, സജീറാണ് കേട്ടോ ഫുഡിൻ്റെ മെയിൻ ഷെഫ്. വന്നിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോർത്തൊക്കെ തോളിലിട്ടിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് മസാല ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാടെ 4 പെങ്ങന്മാരും എൻ്റെ ഉപ്പയും അവരെ ഫാമിലിയൊക്കെയാണ് കേട്ടോ. ഉപ്പാൻ്റെ ഫാമിലീൻ്റെ ഗെറ്റ് ടുഗദറാണേ. അപ്പോൾ ഉപ്പാടെ വേറൊരു പെങ്ങളെ മോളാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിറകടുപ്പിലാണ് ഞങ്ങളൊക്കെ ചെയ്തത്. കുറേ ആരും ഇപ്പോൾ വിറകടുപ്പ് അത്ര യൂസ് ചെയ്യുന്നില്ല ഡെയിലി പ്രോസസ്സിങ്ങിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പറയും ഞാൻ ഷോ ഓഫാണ്, ഞാൻ വെറുതെ ചെയ്തതാണ്. പക്ഷേ കാര്യത്തിൽ ഞാനും ചിക്കൻ കുറച്ചൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പല സജീറില്ല, നമ്മളെ ഷെഫിൻ്റെ മോളാട്ടോ, ഓരോ വൈഫുമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ അടുക്കുന്ന വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് മിന്ത്രേന്നാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. ഇതൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇൻസൈഡൊക്കെ ചെയ്തിട്ട്. പക്ഷേ സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ വയറുള്ളതുകൊണ്ട് ഞാൻ ഇൻസൈഡൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൂസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ നല്ല രീതിയിൽ ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കുയിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ. പക്ഷെ നല്ല രസമാട്ടോ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ഇതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിവിടെ പായസം, സേമിയ പായസം ഉണ്ട്. അങ്ങനെ അതാണ് കാരമൽ സേമിയ. അങ്ങനെ ശുഭി ഉണ്ടാക്കുന്ന. അപ്പോൾ നമ്മുടെ സേമിയ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ കാരമലൈസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയില്ലേ. നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും ഷുഗറും കൂടെ നല്ല രീതിയിൽ കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് സേമിയ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കുന്ന ആളെ വീട്ടിൽ നിന്നാണ് കേട്ടോ പരിപാടി. ശുഭിയാണേ, എൻ്റെ ഉപ്പാൻ്റെ ഇളയ പെങ്ങളെ മോളാണ്. അപ്പോൾ ഇത് എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ മോളാട്ടോ, ഷെർബി. അങ്ങനെ ഞങ്ങളിതാ ചോറ് ഉണ്ടാക്കാൻ പോവാണ്. മസാല റെഡിയായി. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു. അതിൽ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് നെയ്യ്, എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അരി നല്ല വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിറകടുപ്പിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വെൽക്കം ഡ്രിങ്ക്, ലെമണാണ്. ലെമണിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ മോൻ്റെ മോളാണ് കേട്ടോ അത്. അപ്പോൾ മോൻ്റെ ഭാര്യ, കുഞ്ഞിക്കാൻ്റെ ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞൂസാട്ടോ, അവരെ മോളാണ്. അങ്ങനെ ഇവൻ എന്നോട് വീഡിയോ എടുക്കണ്ടെന്ന് വല്ലാണ്ട് പറയുന്നുണ്ട്, എന്താ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ പിയാപ്പിളാട്ടോ അത്. അപ്പോൾ അതാണ്. അങ്ങനെ ഞാനും വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടില്ലായിരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുടിച്ച് നോക്കിയത്. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, നല്ല റിഫ്രഷിംഗ് ആണ്. ലെമൺ ജ്യൂസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ 2ാമത്തെ പെങ്ങളാണ് ഇത്. ഓരോ പിയാപ്പിളയുണ്ട്, ഹസ്ബൻഡ്. അപ്പോൾ വേറെ ഇളയ പെങ്ങൾ ഓരോ വീട്ടിൽ നിന്നാണ് പരിപാടി കേട്ടോ, സാരി എടുത്തത്. അപ്പോൾ കുഞ്ഞൂസെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് നമ്മൾ ചിക്കൻ്റെ അതേ ഓയിലൊന്ന് വറുത്തെടുത്തിട്ട് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു നല്ല കുറച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമുക്ക് ചിക്കനിൽ കുറച്ച് ഈ ഒരു പൊടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സെയിം എണ്ണയിൽ തന്നെ നമ്മളിനി ഇത് കോരി എടുത്തതിന് ശേഷം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത
അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്യുമല്ലോ, അതും കൂടെ ഈ ഒരു സെയിം എണ്ണയിലാട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ സെപ്പറേറ്റ് എണ്ണയാണ് യൂസ് ചെയ്യുക, പക്ഷേ ഇതിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും കളറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് ശുഭിയാട്ടോ, ഇവളെ വീട്ടിൽ നിന്നാട്ടോ പരിപാടി. അപ്പോൾ അവൾ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഉള്ളി ഇതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഈ ഒരു ഓയിൽ കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടെ കാണാനും ഭംഗിയുണ്ടാവും നമ്മുടെ ഉള്ളി. അപ്പോൾ ഈ വെപ്പക്കാരന് വലിയ ഗമയാട്ടോ, വെപ്പുകാരന് ചോറ് വെക്കുന്നതിൻ്റെ ഗമയിൽ ഒരു തോർത്തൊക്കെ തോളിലിട്ടിട്ട് ഓക്കെ. അപ്പോൾ മുണ്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് മുണ്ടെടുക്കാഞ്ഞത്. അപ്പോൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നമ്മളെ ചോറ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ദം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉപ്പാടെ പെങ്ങളുടെ മക്കളൊക്കെയാണ് കേട്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്താ പറയുക, അവിടെ തന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ, വിറകടുപ്പിൽ തന്നെ. അപ്പോൾ ഇനി ദമ്മിൻ്റെ പരിപാടിയാണ്. ദമ്മിന് വേണ്ടിയിട്ട് മല്ലിയില, ഉള്ളിയൊക്കെ ഒന്ന്, ഗരം മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പാത്രത്തിൽ തന്നെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദമ്മ് ചെയ്യാൻ പോവാണ്. നല്ല ബീഫ് നല്ല രീതിയിൽ വെന്ത് ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബീഫ് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ദമ്മിടാനുള്ള ഇതിലാണ്. അപ്പോൾ കുറച്ച് ഈ ഒരു മിക്സൊക്കെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അടിയിലായിരിക്കും മസാല. ചില ആൾക്കാർ ഫുള്ളായിട്ട് മിക്സ് ചെയ്യും. ഒരു തമിഴ്നാട് ബിരിയാണിയൊക്കെ അങ്ങനെയാണല്ലോ, മസാലയും ചോറും തമ്മിലൊരു മിക്സിംഗ് ആണ്. പക്ഷേ എനിക്കിഷ്ടം ഈ ഒരു മിക്സിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് തലശ്ശേരി ബിരിയാണി, ഈ ഒരു വടകര ഒക്കെ ആ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണി കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ലെയറിൽ കുറച്ച് ഗീയും കൂടെ കൊടുക്കുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ആ ഒരു റൈസ് വേവിക്കുമ്പോൾ തന്നെ ഇടാറാണ് പതിവ്. അപ്പോൾ ഇതെൻ്റെ ബ്രദറാണ്, ഈ നീല ടീഷർട്ട്, എൻ്റെ മൂത്ത ബ്രദർ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ ന്യൂ കപ്പിൾ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരും കൂടെ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ്, ഇതാണ് നല്ല മോളാട്ടോ ഫാത്തിമ, വെരി സിമ്പിൾ കൈൻഡ് ഗേളാണ്, നല്ല ക്യാരക്ടറുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എല്ലാവരും ഉണ്ട്, അമ്മായിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ ഉള്ളിലെല്ലാം കയറിയിരുത്തി അവർക്ക് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കൊടുത്ത്. ഇതെൻ്റെ ബ്രദറിൻ്റെ മോള് റീഹ ഫ്രേ. അപ്പോൾ റീഹൻ്റെ ഉമ്മ അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതെൻ്റെ ബ്രദർ, ഇവരെ വൈഫാണിത്, ഇവരെ മോളാണ് റീഹ. ഓക്കെ, ഞങ്ങളങ്ങനെ കണ്ണാടി കണ്ടപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീഹയും വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെടുത്ത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, എൻജോയ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒരു 8 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് സെയ്റാണ് കേട്ടോ, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോനാണ്, അവനായ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദമ്മൊക്കെ ചെയ്ത്. അപ്പോൾ ഇനി ദമ്മ് പൊളിക്കുന്ന പണിയിലാണ്. അപ്പോൾ ദമ്മ് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് ഇടാൻ പോവാണ്, ചോറ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പള്ളിയിലെ മൊയിലാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉസ്താദിനെ. അപ്പോൾ അവർക്ക് ചോറ് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോറൊക്കെ കഴിച്ച് പോയി. അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് പരിപാടി. അങ്ങനെ എല്ലാം സെറ്റായി, ഓൾ സെറ്റായി. സൈലത്തിൽ പറയുന്നില്ല, ഓൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആദ്യത്തെ സെക്ഷനിൽ ഇരുന്നിട്ടുണ്ട്. ഇതെൻ്റെ മോനാട്ടോ, അവന് ക്യാമറയിൽ നിൽക്കാൻ കുറച്ച് ഇഷ്ടമല്ലാത്ത ആളാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ദമ്മ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. റൈസും അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ്. മാക്സിമം നമ്മൾ എടുക്കുക, എന്നിട്ട് എന്താ പറയുക, റൈസ് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് ഈ ഒരു ഗ്രേവീൻ്റെ എല്ലാം അതിൽ വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബിരിയാണി ഒരു ടേസ്റ്റിൽ വരാൻ. അതുപോലെ ബീഫ് വേവിച്ച വെള്ളവും നമ്മൾ ഈ ഒരു ബിരിയാണി റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മളെ ഷാനു മോൻ, നമ്മളെ ചെറിക്കാൻ്റെ മോനാണ്ടോ. ഇതെൻ്റെ മോനാണേ. പിന്നെ മറ്റേ ഓടിപ്പോയത് എൻ്റെ ബ്രദറിൻ്റെ മോൻ. ഇവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. അവർ ഒരു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയും അച്ചാറും ബീഫ് മസാലയും റൈസും ഒക്കെയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ പുഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇനി ഇത് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മുട്ടമാല ഉണ്ടായിരുന്നു, റാഷിദ കൊണ്ടാവുന്നതാണ് കേട്ടോ ഇത്.
ഇത് വന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ആ ഒരു സേമിയൻ്റെ പുഡിങ് കൊണ്ടുവന്നത്. ഇത് വന്നിട്ട് ഡ്രീം കേക്കും റാഷിദ കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോരുത്തരുടെ ഞാൻ കൊണ്ടുവന്നത് ഒരു ടീ കേക്കാണ് കേട്ടോ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓരോരുത്തർ ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളെ വീട്ടിലെ ന്യൂ ജനറേഷൻ ആൾക്കാരാട്ടോ ഈ 3 പേര്. അപ്പോൾ ഷാനു, ഷഹദാദ്, പിന്നെ ഇഷാം. അപ്പോൾ ഇതാണ് ഇനി അടുത്തത്. അടിപൊളി ജഗ്ഗാട്ടോ ഇത്. ഭയങ്കരമായ കനം കാരണം ആർക്കും ഒഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ലൊരു ജഗ്ഗാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്തത് ആങ്ങളുടെ ഭാര്യ കൊണ്ടുവന്ന പുഡിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രീം കേക്ക്, പിന്നെ എന്തായിരുന്നു മുട്ടമാല. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നന്നായി. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കഴിച്ചത് ഭാഗ്യമായി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോനും എൻ്റെ മോനും കേട്ടോ, രണ്ടുപേരും കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഉടക്കുണ്ട്, അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അവർക്ക്. ഇത് നമ്മുടെ തായുമാട്ടാ, എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളുടെ മോളാണേ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ക്യൂട്ട് ബേബിയാണ്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ബ്രദർ ഉണ്ടല്ലോ, എൻ്റെ രാജിക്കാൻ്റെ മോനാണ് കേട്ടോ. ഇത് റെസിൻ ബേബിയായത് കണ്ടില്ലേ. റെസിൻ ബേബി ഇങ്ങനെ നോക്കുന്നുണ്ട്. 3 month കഴിഞ്ഞിട്ടേ ഉള്ളൂ ബേബിക്ക്. അപ്പോൾ ഇതാണ്. അപ്പോൾ ബേബീൻ്റെ വീഡിയോ ഒന്ന് വേണമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. ഇത് നമ്മളെ വമ്പീക്ക. അപ്പോൾ വമ്പീക്ക വന്നിട്ടുണ്ട്, ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ മോന് കേട്ടോ. അപ്പോൾ അവരെ മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം അവരെ. ഇതാണ് അവരുടെ ഫാമിലി. ഇതാ ഷെദ്, ഫർദാൻ, അങ്ങനെ 3 കുട്ടികളാട്ടോ. അപ്പോൾ ഇത് റസിയ. അപ്പോൾ ഇതാണ് ഓരോ ഫാമിലി വന്നിട്ട്. ഇത് നമ്മളെ ഹെൻസ ബേബിയാണ്. ഹെൻസ ബേബി. സെറേത്ത. അപ്പോൾ എല്ലാവരുമായിട്ട് വീഡിയോ ചെയ്ത് നമ്മളെ അനീക്ക വന്നിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മോളെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പെങ്ങളെ മോനാണത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഷെഫുമായിട്ടൊരു വീഡിയോ. നല്ല കുക്കായിരുന്നു കേട്ടോ, സൂപ്പർ കുക്കാണ്. അപ്പോൾ ഇതാണ് അമ്മായിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഷെർമി അമ്മായി മുഖം തരുന്നില്ല. തന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അതാണ് ഫുഡ്. ബീഫും ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. കുറച്ച് ചൂടൊക്കെ അറിയുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് നല്ല ചൂടോടെ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കാണ് എല്ലാവരും കൂടെ. എൻ്റെ ബ്രദറാട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ബ്രദറിൻ്റെ മോനെയാണ് നിങ്ങൾ നേരത്തെ കണ്ട കുഞ്ഞുവാവാന. ഓക്കെ. അപ്പോൾ ഇതാ എൻ്റെ ആങ്ങളുടെ മക്കളും എല്ലാ കുഞ്ഞൂസുകളും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇത് വന്നിട്ട് ലാസ്റ്റ് സെക്ഷൻ ഓഫ് ഫുഡ് അടിയാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീർക്ക് അതാടുന്ന അങ്ങനെ തമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷെഫും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ബ്രദറാണ് ബാക്കിലുള്ളത്. എല്ലാവരും കഴിച്ച് ഷബാക്ക ഉണ്ട്. ഷബാക്ക ബേബിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുക. അവരങ്ങോട്ട് ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് കിട്ടാത്തവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയറൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫുഡൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ടേബിളിലിരിക്കാതെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കഴിച്ച് എല്ലാവരും ഫുഡ് അടിയും കഴിഞ്ഞു. ഇനി സെക്ഷൻ ഉള്ളത് ചായ കുടിയാണ്. അപ്പോൾ ഇതൊന്ന് ദഹിച്ച് കഴിഞ്ഞിട്ട് 3 മണി ആയിട്ടുണ്ടാവും എല്ലാവരും ഫുഡ് അടിയും കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായയുടെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവനെ നല്ല മൊഞ്ചിലെടുക്കണമെന്ന്, കുറച്ച് ഫിൽറ്ററെല്ലാം കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫിൽറ്ററൊന്നും ഇട്ടിക്കില്ല, നല്ല മൊഞ്ചനാട്ടോ ഓൾറെഡി. അപ്പോൾ ഇതാ എനിക്ക് എല്ലാവരും കൂടി കഴിച്ച് കഴിയാനായിട്ടാ. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പിയാപ്പിളിനെ റാഗ് ചെയ്ത് ഐസ്ക്രീം വാങ്ങിക്കണം. നമുക്ക് അങ്ങനെ ഒരു പൈസ തരുമല്ലോ കല്യാണം കഴിഞ്ഞാലുള്ള, അതിന് വേണ്ടിയിട്ടുള്ള റാഗിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ചായയൊക്കെ എടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിയാപ്പിള പോവാന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താ കേട്ടോ. അപ്പോൾ അവർക്ക് ആദ്യം ചായ കൊടുത്തു. പിന്നെ എല്ലാവരും ചായ കുടിക്കുന്നു. ചട്ടിപ്പത്തിരി, ബിസ്ക്കറ്റപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എടുത്ത് വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ ഇരുന്നു. ലാസ്റ്റായി കുറച്ച് സാധനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇറച്ചിപ്പത്തിരി എനിക്ക് കിട്ടിയിട്ടില്ല മെയിനായിട്ട്. അപ്പോൾ ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സമൂസ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഷെർമിയമ്മായി എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട് കേക്കൊക്കെ തിന്നിട്ട്. നമ്മൾ ചെറിക്കാൻ്റെ ഭാര്യയാണ് ഷെർമിയമ്മായി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്, എല്ലാ അമ്മായിമാരും ഉണ്ട്,
സെജിനേത്ത ചൂച്ചിയാണ് എൻ്റെ അരിയത്തിരിക്കുന്നത്. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ അത്. അപ്പോൾ പെങ്ങളപ്പുറത്തിരിക്കുന്നുണ്ട്. സാരി ഒരു മഞ്ഞ മുത്തിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫുഡിനൊക്കെ അന്നേരം ടേസ്റ്റ് ഒന്ന് കൂടും. ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുക നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ്. അങ്ങനെ പിയാപ്പിള കൊണ്ടുവന്ന ഐസ്ക്രീം വിതരണമാണ്. സീർക്കയാണ് അതിൻ്റെ മെയിൻ ആൾ. അങ്ങനെ എല്ലാവരും കൂടെ എന്താ പറയുക ഫുഡ് ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ ഒരു 8 മണീൻ്റെ മുന്നേ എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഐസ്ക്രീം വിതരണം ടൈം. പിന്നെ പമ്പിക്കാൻ്റെ വക സ്പെഷ്യൽ ഐസ്ക്രീംസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ മോനും ബൈക്ക് എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 8 മണിയായപ്പോൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.